നമ്മുടെ കേരളത്തിലെ നാടിനും വീടിനും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരങ്ങൾ ചെയ്യുകയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല നല്ല മനുഷ്യന്മാർ ഒരുപാട് പേരുണ്ട്. ആ മറ്റുള്ളവർക്ക് എല്ലാം ഗവൺമെൻറ് ഇടപെട്ട് ചെയ്യേണ്ടതിന് പകരം ഓരോ വ്യക്തികളും അവരുടേതായ രീതിയിൽ നാടിനും നാട്ടുകാർക്കും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ നല്ല മനുഷ്യരെ പിടിച്ച് ജയിലിലടയ്ക്കുക, അവർക്ക് ശിക്ഷ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വല്ലാത്തൊരു അംഗീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത്. ഈ മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ, യവന്മാരെല്ലാം ആരെങ്കിലുമൊക്കെ പരസ്യങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ആ ആൾക്കാർക്കെതിരെ പിടിച്ച് ജയിലിലിടുന്നതാണ്. നമ്മുടെ കേരളം ഇന്ന് എങ്ങോട്ട് ഈ പോക്ക് പോകുകയാണെങ്കിൽ ഈ വരും തലമുറകൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഒരു ചില വ്യക്തികൾ ഈ ശരീരം കാണിച്ചും അല്ലാതെയും ഒക്കെ വീഡിയോയിൽ പ്രദർശിപ്പിച്ച് അവർ കോടികൾ സമ്പാദിക്കുന്നു. അങ്ങനെയുള്ള ചില മനുഷ്യരെ ആൾക്കാർ കാണുമ്പോൾ, സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ആൾക്കാർ വല്ലതും പറയും. അതൊക്കെ ക്ഷമിക്കാനും പൊറുക്കുവാനുമുള്ള ഒരു മനസ്സും ഉണ്ടായിരിക്കണം. അതല്ലാതെ ഈ ഈ പറയുന്ന വ്യക്തികൾ നാടിനും ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ല, ഒരു രീതിയിലും ഗുണമില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ ഇതെല്ലാം ഗുണമുള്ള ഒരാളെ കൊണ്ട് നമുക്ക് പലർക്കും ഗുണമുള്ള ആൾക്കാരനെ പിടിച്ച് അങ്ങ് ജയിലിലൊക്കെ ഇടാനും ഈ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റങ്ങൾ അത് മോശമായതുകൊണ്ടിട്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരും ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഒരു നിരപരാധി ആരാണ്, തെറ്റുകാരാരാണ്, ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന ഈ ബോച്ച കേസ്, ആ പുള്ളീനെ പിടിച്ച് ജയിലിലിടേണ്ട ആവശ്യമെന്താണ്? പുള്ളി ചെയ്ത തെറ്റെന്താണ്? അപ്പോൾ കുന്തിദേവി എന്ന് പറഞ്ഞതാണ്. ഇതിൻ്റെ സ്ഥാനത്തൊക്കെ ഞാനൊക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെ വേറെ രീതിയിൽ പറയും. അതൊക്കെ ഓരോ മനുഷ്യരെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ട രീതികളുണ്ട്. പക്ഷേ ബോച്ചൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനായിരുന്നുവെങ്കിൽ നിങ്ങളിത് ചെയ്യുമോ? അപ്പോൾ പുള്ളീനെ എങ്ങനെയെങ്കിലും തഴയ്ക്കുക എന്നുള്ളതാണ് ഏക ലക്ഷ്യം. ഇതിൽ കുറേയധികം നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് മാത്രമാണ് നിങ്ങൾ ആ പാവത്തിനെ പിടിച്ച് നിങ്ങൾ ജയിലിലിട്ടത്. ആ പുള്ളീനെ കൊണ്ട് എത്രയോ പേര് ജീവിക്കുന്നു, എത്രയോ പേര് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു.